നമസ്കാരം. രാമനവമി ആഘോഷങ്ങൾക്കായി അയോധ്യ രാമജന്മഭൂമി ക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞു. ഇത്തവണ നിരവധി ഭക്തജനങ്ങളെയാണ് രാമനവമി ദിനത്തിൽ രാമജന്മഭൂമിയിലേക്ക് പ്രതീക്ഷിക്കുന്നത്. പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം പ്രതിദിനം 1.5 ലക്ഷം ഭക്തരാണ് ഇവിടെ എത്തുന്നത്. രാമനവമി ദിനത്തിൽ ഇതിനേക്കാൾ കൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ക്ഷേത്ര ജനറൽ സെക്രട്ടറി ചമ്പത് റായ് പറയുകയുണ്ടായി. ഹോളി ആഘോഷങ്ങളുടെ ഭാഗമായും ലക്ഷക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രം സന്ദർശിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. രാമനവമി ദിനത്തിൽ 2 ലക്ഷത്തോളം ഭക്തർ അയോധ്യ ക്ഷേത്രം സന്ദർശിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചൂടാണ് ഭക്തർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. എന്നാൽ ഇതിനെ ചെറുക്കാനായി ദാഹജലം അടക്കമുള്ള അവശ്യ സാധനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. കൂടുതൽ ഭക്തർ എത്തിയാലും സുരക്ഷ ഒരുക്കാൻ കഴിയും. പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം നിരവധി ഭക്തരാണ് ഇവിടെ എത്തിയത്. എന്നാൽ ഇതുവരെ ആരും തിക്കിലും തിരക്കിലും പെട്ടതായി ഒരു വിവരവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മുന്നോട്ടും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കുന്നെന്നും ചമ്പത് റായ് പറഞ്ഞു. രാമക്ഷേത്രം സന്ദർശിക്കുന്ന സമയത്ത് എല്ലാവരും അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. വേനൽക്കാലം ആരംഭിച്ചതോടെ താപനില വലിയ തോതിൽ ഉയരുന്നുണ്ട്. എല്ലാവരും ശരീരത്തിന് സുഖപ്രദമാകുന്ന തരത്തിൽ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം. സംഘമായി എത്തുന്ന ഭക്തർ പരമാവധി കൂട്ടം തെറ്റിപ്പോകാതെ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം വേനൽ ആരംഭിച്ചതോടെ രാംലല്ലയെയും കോട്ടൺ വസ്ത്രങ്ങളാണ് ധരിപ്പിക്കുന്നത്. ഭഗവാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം കൈത്തറി, പരുത്തി, മാൽമാൽ എന്നിവ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രകൃതിദത്തമായ ഇൻഡിഗോ ചായം പൂശി ഗോട്ടാ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്രത്തിന്റെ ഔദ്യോഗിക എക്സ് പേജിലൂടെയാണ് ഇക്കാര്യം പങ്കുവച്ചത്. 5.5 നൂറ്റാണ്ട് നീണ്ട കാത്തിരിപ്പിന് ശേഷം തിരിച്ചെത്തിയ ബാലകരാമനെ കാണാൻ അയോധ്യയിലേക്ക് രാമഭക്തരുടെ അണമുറിയാത്ത പ്രവാഹം തുടരുകയാണ്. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന രാമഭക്തരാൽ ഓരോ ദിവസവും നിറയുകയാണ് അയോധ്യ. അയോധ്യയിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമായതോടെ വർഷങ്ങളായി വരണ്ടു കിടന്ന മണ്ണിലേക്ക് മഴ പെയ്യുമ്പോഴുണ്ടാകുന്ന കുളിർമയാണ് ജനകോടികൾ ഏറ്റുവാങ്ങിയത്. എല്ലാവർക്കും ക്ഷേമവും തുല്യനീതിയും ഉറപ്പാക്കുന്ന രാമരാജ്യമെന്ന സങ്കല്പത്തിലേക്കുള്ള മറ്റൊരു ചുവടുവെപ്പായിരുന്നു. ഭാരതം ലോകത്തെ നയിക്കാൻ ഒരുങ്ങുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ശ്രീരാമ സന്ദേശം തന്നെയാണ് കരുത്താവുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.